ഇന്ന് നമുക്കൊരു പാവയ്ക്ക കിച്ചടി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് വൃത്തിയായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ രണ്ട് അറ്റമൊന്ന് മുറിച്ച് കളഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലുള്ള കുരുവും വൈറ്റ് പാർട്ടും ഒക്കെ ഒന്ന് മാറ്റിക്കളയാം. ഞാനത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് നടുകെ മുറിച്ച് അതിനുള്ളിലെ വൈറ്റ് പാർട്ടൊക്കെ ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് കളയാൻ പോകുന്നത്. ഇനി ഇത് നമുക്ക് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഞാൻ ഇതുപോലെയാണ് ഇത് കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നത്. നമ്മളിപ്പോൾ പാവയ്ക്ക കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പ് പുരട്ടിയിട്ട് നമുക്കിത് 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിക്കാം. അല്പം കൂടുതൽ ഓയിൽ ഒഴിക്കണം. പാവയ്ക്ക അതിൽ മുക്കിയിട്ട് വറുക്കാൻ വേണ്ടിയിട്ടാണ്. ഓയിൽ നന്നായിട്ട് ചൂടായോ എന്ന് നമുക്ക് നോക്കാം. ഒരു പാവയ്ക്കയുടെ ഒരു കഷ്ണം നമുക്ക് ഇതിലേക്ക് ഇട്ടെന്ന് നോക്കാം. ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2 ബാച്ചായിട്ട് വറുത്തെടുക്കാം. പാവയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പൊ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടണം. ഇനി നമുക്ക് ഇത് കോരിയെടുത്തിട്ട് അടുത്ത പ്രാവശ്യം ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ കിച്ചടിയിലേക്ക് ചേർക്കാൻ വേണ്ടിയുള്ള തൈരാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. 1 കപ്പ് കട്ടിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുളി തീരെ ഇല്ലാത്തതാണ്. അപ്പൊ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതിലെ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ ഈ തൈരിൽ നിന്നും 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. നമ്മുടെ ഈ കിച്ചടിക്ക് ഒത്തിരി വെള്ളം ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കാത്തത്. ഇപ്പൊ ഈ തൈര് കട്ടയൊക്കെ പോയിട്ട് നന്നായിട്ട് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ അരയ്ക്കാൻ വേണ്ടി 1 കപ്പ് തേങ്ങയും 3 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പാവയ്ക്ക വറുക്കുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ പച്ചമുളക് ചേർത്തിട്ട് വറുക്കാം. അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ ഇവിടെ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ മാത്രമാണ് പച്ചമുളക് ചേർക്കുന്നുള്ളൂ. പിന്നെ ആദ്യം ഞാൻ ഈ തേങ്ങയും പച്ചമുളകും കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ്, ഒന്ന് പൊടിച്ചെടുക്കുകയാണ്, വെള്ളമൊന്നും തൈരൊന്നും ചേർക്കാതെ. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. കിച്ചടിയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും അതിലേക്ക് അല്പം കടുക് കൂടി ചേർക്കണം. അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ഒക്കെ കിട്ടത്തുള്ളൂ. മുളക് പൊടിക്കാനുള്ള എളുപ്പത്തിന് ഞാനൊന്ന് കട്ട് ചെയ്തിടുകയാണ്. ഞാൻ ആ തേങ്ങയും പച്ചമുളകും കൂടെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും ചേർത്ത് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുത്തോണ്ട് വരാം. നമുക്ക് ഈ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പാവയ്ക്ക നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കിച്ചടി തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ആ പാവയ്ക്ക വറുത്തെടുത്ത ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർക്കാം. ഞാനൊരു 3 ചുവന്നുള്ളിയാണ് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഞാനത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂട് കുറയുമ്പോൾ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരും അരപ്പും കൂടി ചേർക്കാം. ഇതിട്ട് തിളപ്പിക്കൊന്നും ചെയ്യരുത്. ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോഴേക്കും നമുക്കിത് എടുത്ത് വെക്കാം. നമ്മൾ പാവയ്ക്കയും വെണ്ടയ്ക്കയും ഒക്കെ കിച്ചടി ഉണ്ടാക്കുന്ന സമയത്ത് അത് ഫ്രൈ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് അതിലേക്ക് ഈ അരപ്പിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക അല്ലെങ്കിൽ വെണ്ടയ്ക്ക ചേർക്കാറുള്ളൂ.
അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം തന്നെ ഇതിലേക്ക് പാവയ്ക്ക വറുത്ത് വെച്ചിരിക്കുന്നത് ചേർക്കുകയാണ്. പാവയ്ക്ക ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടി ചേർക്കാം. എനിക്കിതിലേക്ക് അല്പം ഉപ്പിന്റെ കുറവും കൂടിയുണ്ട്, ഞാൻ അതുകൂടി ചേർക്കാണ്. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. പച്ചടിയും കിച്ചടിയും ഇല്ലാത്ത സദ്യ ഉണ്ടാവാറില്ല സാധാരണ. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ കിച്ചടി ഉണ്ടാക്കുമ്പോൾ പാവയ്ക്ക കിച്ചടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.